ഓസി ഈസിയായി പെറ്റു, സുഖപ്രസവം, ധനപ്രസവം അല്ലെങ്കിൽ ധനപ്രവാഹം. ഓസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സിന്ധു കൃഷ്ണകുമാർ, ഇവരുടെ 4 പെൺമക്കളിൽ ഒരുവളാണ് ഓസി. ഈ അച്ഛനമ്മമാരുടെ മകൾ എന്നതല്ലാതെ ഓസിക്ക് സ്വന്തം നിലയിലും വിലാസമുണ്ട്. അവളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, സംരംഭകയാണ്. അങ്ങനെ എല്ലാ നിലയിലും ഇടയ്ക്കിടെ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓസി. ഇപ്പോൾ ഓസി അവളുടെ പ്രസവം കൊണ്ടാണ് ചർച്ചയാവുന്നത്. അവൾ പ്രസവിച്ചു എന്നുള്ളതല്ല പ്രശ്നം, ആ പ്രസവം പകർത്തുകയും സമൂഹവുമായി പങ്കിടുകയും ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, അവളുടെ ജോലിയാണത്. ജോലി എന്ന് പറയുമ്പോൾ സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച് പോങ്ങനൊക്കെ ചെയ്യുന്ന പോലെ ഈ ടോക്കിംഗ് ഹെഡ് വീഡിയോസ് തയ്യാറാക്കുന്ന ഒരാളല്ല ഓസി. സാഹിത്യ സംസാരം നടത്തുന്നവളല്ല, അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരന്തരം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം സ്വന്തം ജീവിതം പകർത്തി പങ്കിട്ടാണ് കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. അത്തരമൊരു വ്ളോഗറാണ്. സ്വാഭാവികമായിട്ടും അവൾ അവളുടെ പ്രസവത്തെ കോണ്ടന്റ് ആക്കിയെങ്കിൽ എന്താ തെറ്റിരിക്കുന്നേ? അതിലെന്താ ഇത്ര കുറ്റം പറയാനിരിക്കുന്നത്? കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കാൻ പോങ്ങനെ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. വിമർശിക്കാം, അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അത് എന്തിന്റെ പേരിലാണ്? പ്രസവം അത് പകർത്തി പങ്കിട്ടു എന്നുള്ളതാണ്. ആ പെൺകുട്ടികൾ, ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ ആവട്ടെ, കൃഷ്ണകുമാറിന്റെ മക്കളാവട്ടെ, എല്ലാവരും സമ്പാദിക്കുന്നവരാണ്. അവരെല്ലാം ധനമുണ്ടാക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള രീതികൾ, നേരായ മാർഗത്തിലൂടെ. അത് ചെയ്തോട്ടെ, അതിലെന്താ ഇത്രമാത്രം അസ്വസ്ഥത? വിമർശന ബുദ്ധിയോടുകൂടി സമൂഹം എന്തിനാണ് അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സമൂഹത്തിന് എന്ത് കാര്യം ഇതിനകത്ത്? സാമൂഹ്യ മാധ്യമ കാലമാണ്, സാമൂഹ്യ മാധ്യമ ജീവിതമാണ് നമ്മളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എത്രത്തോളം സ്വകാര്യത സൂക്ഷിക്കണം, എത്രത്തോളം സ്വകാര്യതകളെ പരസ്യമാക്കാം എന്നൊക്കെയുള്ളത് അവരുടെ മാത്രം സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അവരത് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്തോട്ടെ. കാണേണ്ടവർ കാണുക, കാണേണ്ടാത്തവർ കാണാതിരിക്കുക. അല്ലാതെ ഇതിനകത്ത് ഇത്രമാത്രം ചർച്ച ചെയ്യാൻ എന്തിരിക്കുന്നു? ഓസി അവിടെ ഈസിയായി പ്രസവിച്ചതോ, ആ ഈസിയായ ഓസിയുടെ പ്രസവം പകർത്തി പങ്കിട്ടതോ ഈ സമൂഹത്തിന് ഒരു തരത്തിലുള്ള ദോഷവും ചെയ്യാൻ പോകുന്നില്ല. എന്തെങ്കിലും ഗുണം അതുകൊണ്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു $10,000 തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ആ ഓസിയുടെ പ്രസവത്തിലൂടെ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പ്രസവം കണ്ടില്ല, ഞാൻ ആരുടെയും പ്രസവം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഈ സംസാരത്തിന്റെ ഭാഗമായി ഞാൻ വെറുതെ ഒന്ന് എടുത്തു നോക്കി. ഈ പ്രസവ വ്ളോഗിലേക്കൊന്ന് എത്തി നോക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ശ്രീ അനിൽ നമ്പ്യാർ, അതേപോലെ ശ്രീമതി അറക്കൽ യക്ഷി എന്നോ മറ്റോ പേരായിട്ടുള്ള ഒരു വ്യക്തി. ഈ രണ്ടുപേരെയും എടുത്തു പറയാൻ കാരണം ഇവർ മാത്രമല്ല കേട്ടോ, ധാരാളം വിമർശകരുണ്ട്. ഓസിയുടെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓസിയെ പരിഹസിച്ച ധാരാളം ആളുകളുണ്ട്. വിമർശിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ. അതിൽ ഞാൻ ഈ അനിൽ നമ്പ്യാർ, അറക്കൽ യക്ഷി എന്ന് പറയുന്ന രണ്ടുപേരെ മാത്രം എടുത്തത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ 2 തരം സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപരിഷ്കൃത ബുദ്ധരാണെന്ന് പ്രബുദ്ധർ ആരോപിക്കുന്ന ഒരാളാണ് അനിൽ നമ്പ്യാർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ അറക്കൽ യക്ഷി അങ്ങനല്ല, തീവ്ര പുരോഗമനവാദിയാണ്, ഉത്തര പുരോഗമനവാദിയായിട്ടുള്ള ഒരാളാണ് അറക്കൽ യക്ഷി. രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്. രണ്ടുപേരും വിമർശന ബുദ്ധിയോടുകൂടിയാണ് ഓസിയുടെ പ്രസവത്തെ കണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് ശ്രദ്ധയിൽ വന്നതുകൊണ്ടാണ് എന്താണ് ഇത്രമാത്രം അപാകത എന്നറിയാൻ വേണ്ടി വെറുതെ ഒന്ന് പോയി നോക്കി. ഞാനത് കാണാനല്ല ശ്രദ്ധ കൊടുത്തത്, പകരം അതിന്റെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ്, അവർക്ക് സ്വീകാര്യത ഉള്ളത് കൊണ്ടാണ് എന്ന് മാത്രവുമല്ല, പ്രസവം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ അതിന് വേറൊരു മാനം നൽകുകയാണ് ചെയ്തത്. ഒരു കുടുംബം മുഴുവനായിട്ട് ആ പെൺകുട്ടിയോടൊപ്പം അവളുടെ അച്ഛനും ഭർത്താവും അമ്മയും സഹോദരികളും എല്ലാവരുമായിട്ട് അവളുടെ ഒപ്പം നിന്നുകൊണ്ട്, നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ എന്തുമാത്രം വേദന സഹിച്ച് പരിസരത്തെങ്ങും മുഖപരിചയമുള്ള ഒരാളുമില്ലാതെ അലറി വിളിച്ച് നിലവിളിച്ച് പ്രസവിക്കുന്നിടത്ത് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ജീവിത പങ്കാളിയും ഒക്കെയായി അവള് ഗംഭീരമായിട്ട് പ്രസവിച്ചു. സുഖപ്രസവം. ആ പ്രസവത്തിന് 70 ലക്ഷത്തിലധികം കാഴ്ചകൾ 2 ദിവസം കൊണ്ടുണ്ടായി. 1-2 ദിവസത്തിനകം കുറഞ്ഞത് 1 കോടി കാഴ്ചകൾ നേടുമായിരിക്കും. 3.25 കോടി മലയാളികളുള്ള ഒരു നാട്ടിൽ 1 കോടിയോളം ജനങ്ങൾ ഓസിയുടെ പ്രസവം കണ്ടുവെങ്കിൽ ഓസി ചില്ലറക്കാരിയല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, കുറഞ്ഞത് ആ പ്രസവത്തിലൂടെ ഓസി ഒരു 7.5 ലക്ഷം രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. 7.5 ലക്ഷം രൂപ മോശമാണോ കാര്യം? അതിലെന്താ തെറ്റിരിക്കുന്നത്? ആ 7.5 ലക്ഷം, അതല്ലെങ്കിൽ ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും അതേപോലെ തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് 21 വയസ്സെന്ന് പറയുന്നത് പൂർത്തിയാവുന്ന കാലത്ത്, അല്ലെങ്കിൽ വേണ്ട 18 ഓട്ടവകാശം കിട്ടുന്ന കാലമാകുമ്പോഴേക്കും
അവൻ്റെ ജീവിതം ഏറ്റവും സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു തുകയായി അത് മാറിയിരിക്കും. ഒരു ജീവിതം മുഴുവൻ നന്നായിട്ട് കഴിയാൻ കഴിയുന്നത് പോലുള്ള അത്രയും സുഖകരമായൊരു സാമ്പത്തിക ഭദ്രത അവനെ പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അമ്മയും അച്ഛനും അവൻ്റെ ബന്ധുമിത്രാദികളും കൂടി ചേർന്ന് അവനെ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. നല്ല കാര്യമല്ലേ അത്? എത്രയോ കുടുംബങ്ങൾ ഒരു പ്രസവം കൊണ്ട് കുത്തുപാളയെടുക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു തെറ്റുമില്ല. പോങ്ങനൊക്കെ ഇങ്ങനെ സാമ്പത്തികമായി അവശനായി പോയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചതാണ്. പണ്ട് കാലത്ത് ഈ ധനികരെ കാണുമ്പോൾ ഒരുതരം വെപ്രാളമായിരുന്നു, വെറിയായിരുന്നു. ബൂർഷ്വ എങ്ങാനും പോക്കറ്റിൽ 10 പൈസ വന്ന് ചേർന്നാൽ അത് നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൂർഷ്യയാകുന്നു ഭയന്ന് നടന്ന കാലമുണ്ട്. അത്രമാത്രം വൃത്തികെട്ടവന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അവന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് പണം ഉണ്ടാക്കരുതെന്നല്ല പറയുന്നത്. അവരുടെ ആശയം അതാണ്. അല്ലാതെ ആരും വന്നിട്ട് നീ പണം ഉണ്ടാക്കരുതെന്ന് പറയില്ല. പക്ഷേ ഒരു അടിസ്ഥാന വർഗം, തൊഴിലാളി, പാവപ്പെട്ടവൻ, മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഈ സാഹിത്യം തൂറ്റി പണം ഉണ്ടാക്കുന്നത് എന്തോ ഒരു കുറഞ്ഞ കാര്യമായിട്ടോ, പണവുമായിട്ട് ഇടപഴകുന്നത് അല്ലെങ്കിൽ സമ്പന്നനാവുക, ധനം ആർജിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു കുറഞ്ഞ കേസായിട്ടൊക്കെയാണ് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഈ കമ്മ്യൂണിസം ബാധിച്ചിരിക്കുന്നത്. അത് അവരുടെ കുറ്റം എന്നല്ല, നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പിശകായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചു. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇൻസ്റ്റയിൽ റീൽ പോസ്റ്റ് ചെയ്താൽ കാശുണ്ടാക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ കാശുണ്ടാക്കുന്നുണ്ട്. ഞാനൊക്കെ ഫേസ്ബുക്കിൽ തലകുത്തി മറിഞ്ഞ് ഒരുപാട് കാലം അതിനകത്ത് മണിക്കൂറുകൾ ചിലവഴിച്ചു, ഒരുപാട് വാക്കുകൾ ചിലവഴിച്ചു. 5 പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സാധ്യതയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് പ്രസവം വിൽക്കേണ്ടി വന്നാൽ വിറ്റോട്ടെ. അത് ആ കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. കാണാൻ ആളുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ വിറ്റോട്ടെ. ആർക്കും ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. അസൂയയും കുശുമ്പും ഒന്നും വെച്ചുകൊണ്ട് ഒരു കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നിൽക്കാതിരിക്കുക എന്നുള്ളത്. കാശുണ്ടാക്കട്ടെ കുട്ടികൾ. അവരൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതം വളരെ സന്തോഷകരമാണ്. സമൂഹത്തിൻ്റെ മുന്നിലല്ല, അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ ഒരു ശക്തമായ കുടുംബ ബന്ധമുള്ള, വളരെ അങ്ങേയറ്റം കുടുംബ ബന്ധത്തിന് മാഹാത്മ്യം കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന, സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ഒരു ആളാണ് കൃഷ്ണകുമാറും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടുംബവും. സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ. അതിന് കാണികളുണ്ടെങ്കിൽ അവർ കാശുണ്ടാക്കിക്കോട്ടെ. അനിൽ നമ്പ്യാർക്ക് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അനിൽ നമ്പ്യാർ വ്യക്തിപരമായിട്ടാണ് അഭിപ്രായം പറയുന്നത്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഉള്ളിൽ എവിടെയോ ഒരു പിശക് പറ്റിയെന്നുള്ള തോന്നലിൻ്റെ പുറത്തായിരിക്കാം മോശമായി അനിൽ നമ്പ്യാർ ചെയ്തതെന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത്. അദ്ദേഹവും ഇതിനകത്തൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല. അത്രയും ചുരുങ്ങരുത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം BJP-കാരൻ എന്നുള്ളത് മാറ്റിവെച്ചേക്കും. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ അറക്കൽ യക്ഷിയുടെയൊക്കെ നിലവാരത്തിലേക്ക് പോകുന്നത് നല്ലതല്ല എന്ന് പറയുന്ന ഒരു വിചാരം എൻ്റെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായിട്ടും നിരാശപ്പെടുത്തി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത്രയും വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ഇത് കണ്ടതുകൊണ്ട്. അതുകൊണ്ട് ആ കുട്ടി നന്നായിരിക്കട്ടെ, അവരെല്ലാവരും നന്നായിരിക്കട്ടെ. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്, കാശുണ്ടാക്കട്ടെ. കേരളത്തിലേക്ക് ഡോളറുകൾ വരട്ടെ, സമൂഹത്തിലേക്ക് ഈ പണമൊക്കെ കലർന്നു വരുന്നുണ്ട് പല നിലയിൽ. അതുകൊണ്ട് അവരാഘോഷിച്ചോട്ടെ, അവരവരുടെ ജീവിതം പകർത്തിക്കോട്ടെ, അത് പങ്കിട്ടോട്ടെ, അവർ സമ്പാദിച്ചോട്ടെ. തീർച്ചയായിട്ടും അവരവരുടെ ജീവിതം മനോഹരമായി ജീവിച്ചോട്ടെ. അതുകൊണ്ട് ഓസിക്കും ഓമിയെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ ആ കുട്ടിയുടെ പേര്. അവർക്കും എല്ലാവർക്കും ആശംസകൾ. ഓസി ഈസിയായി പെറ്റതിൽ തീർച്ചയായിട്ടും ഈ പോങ്ങൻ സന്തോഷിക്കുന്നു. ആ സഹോദരിയുടെ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്പ്യാരോടൊക്കെ ഈ അറകൽ യക്ഷിയുടെയൊക്കെ നിലവാരത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ സങ്കടമുണ്ടെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തിക്കോളാം. ടാറ്റ.